യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിലെ സന്തോഷം ബലം നമുക്ക്, യാവരും തൻ തിരുസന്നിധിയിൽ. യാഗിലെ സന്തോഷം ബലം നമുക്ക്, യാവരും തൻ തിരുസന്നിധിയിൽ. ആത്മപൂർണരായി ദിനവും നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക, നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക. ഓ നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ, നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ, വന്ദനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക, നാം നന്ദിയോടെ സ്തുതിച്ചിടുക. ഓ നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. ജ്ഞാനവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ, ജ്ഞാനവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ, താങ്ങിതാൻ കൃപാവരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക, നാം നന്ദിയോടെ സ്തുതിച്ചിടുക. ഓ നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. തൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം, വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. തൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം, വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. കൃപ കൃപ എന്താക്കുകൊണ്ട് കൃപാസനത്തോടടുത്തിടുക, കൃപാസനത്തോടടുത്തിടുക. ഓ നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ, ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ, ഉയർത്തി മോദാ നാം നന്ദിയോടെ സ്തുതിച്ചിടുക, നാം നന്ദിയോടെ സ്തുതിച്ചിടുക. ഓ നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ, നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ, കൃപാകരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക, നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാവിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോ, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. തൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം, വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. തൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം, വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. കൃപ
കൊണ്ട് കൃപാസനത്തോടടുത്തിടുക, കൃപാസനത്തോടടുത്തിടുക. ഓ നാം വിമുക്തന്മാർ കൃപ ലഭിച്ചു, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക. ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ, ഇന്നയോളം പ്രിയൻ താൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാ. നാമമുയർത്തി മോദാ നാം നന്ദിയോടെ സ്തുതിച്ചിടുക, നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചു, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക. ഓ നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചു, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക. ദൈവകൃപ ലഭിച്ചു, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക, യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക, യാഗിൽ
ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ഹല്ലേലൂയ തുറന്നുള്ള ശുശ്രൂഷകൾക്കായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ പാടിയതുപോലെ കൃപ കൃപ എന്നാർത്തുകൊണ്ട് ആ കൃപാസനത്തോടടുത്ത് വരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കിയ ആ വിധങ്ങളെ ഓർത്ത് അവിടുന്ന് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ ഉപകാരങ്ങളും ഓർത്ത് നന്ദി കരേറ്റുവാൻ സ്തോത്രം ചെയ്യുവാൻ നമ്മെ നടത്തിയ വിധങ്ങളെ, നമ്മെ ഇതുവരെ കൊണ്ടുവന്ന വിധങ്ങളെ, നമ്മെ വീണ്ടെടുത്ത തെരഞ്ഞെടുത്ത അമ്മ സ്തോത്രം അമ്മ മക്കളും അവകാശികളുമാക്കി നമ്മെ വെച്ചിരിക്കുന്ന അവിടുത്തെ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അമ്മ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അമ്മ സാന്നിധ്യ ബോധത്തോടായിരിക്കും കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് പകൽക്കാലം വീണ്ടും ഗാനങ്ങൾ പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അവിടുത്തെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരേറ്റുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും അമ്മേ നല്ല ദൈവികാലോചനകളെയും കേട്ട് ബലം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. കടന്നു വന്ന് നമ്മെ എല്ലാവരെയും തുറന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, പകൽക്കാലത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, അടിയങ്ങൾ കർത്താവേ ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഇനിയും കർത്താവേ വഴിയിൽ യാത്രയിലായിരിക്കുന്നവർ ഓരോരുത്തരെയും അങ്ങ് തക്ക സമയത്ത് തന്നെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഇന്നത്തെ കർത്താവേ ഇന്നത്തെ ആരാധന അങ്ങ് അനുഗ്രഹിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, ഇന്നത്തെ സങ്കീർത്തന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് തന്നെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഇന്നത്തെ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ, സാക്ഷ്യങ്ങൾ അങ്ങ് തന്നെ നല്ല സാക്ഷ്യങ്ങൾ ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ആരെങ്കിലും പ്രയാസത്താലും കർത്താവേ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ, സൗഖ്യമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവേ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, അങ്ങ് തന്നെ കർത്താവേ ആത്മീകമായി കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ, ഓരോരുത്തരെയും അങ്ങ് കർത്താവേ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന ആദ്യം മുതൽ അന്ത്യം വരെ അങ്ങയുടെ സാന്നിധ്യത്തിൽ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് തന്നെ കർത്താവേ അവരെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കർത്താവേ സഹോദരങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ കുടുംബങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ശകലം ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് 34-ാം സങ്കീർത്തനം വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ. എൻ്റെ അവസാനത്തെ വാക്യം 22-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. സാംസ് നമ്പർ 34, സാംസ് നമ്പർ 34, 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണി ദീർഘാശിക്കുകയും ചെയ്യുന്നവനാർ
ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം മനുഷ്യരെ പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തികളുടെ ഓർമ്മയെ ഭൂമിയിൽ ഛേദിച്ചു കളയുന്നതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമയസ്ഥൻ, മനസ്സ് തകർന്നവരെ വിരക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. വ്യവസ്ഥകളെല്ലാം സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പഹിക്കുന്നവർ ശിക്ഷ അനുഭവിക്കൂ. ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഒരല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. നമ്മുടെ ആദരങ്ങളെ തുറന്ന നമ്മൻ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് ആദരങ്ങളെ തുറന്ന് പറയാം, കർത്താവേ ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാ, അവിടുത്തെ കൃപയാ. സ്തോത്രം, അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച വിധമാ, അവിടുന്ന് ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും സൂക്ഷിച്ചതാ. ഒരു ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ കർത്താവിന് നന്ദി കരേറ്റി ഒരല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. എല്ലാറ്റിലും അവരെ പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ അവിടുത്തെ സന്നിധിയിൽ സ്തോത്രാമേ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ ആസ്വദിപ്പാൻ അബേ കർത്താവിടെ ആക്കുന്നത് ഓർത്ത്. ഹല്ലേലൂയ. അബേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രക്തം നൽകി നമ്മെ വീണ്ടെടുത്തത് ഓർത്ത്, അവിടുത്തെ രക്തത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയെ തിരിച്ചറിഞ്ഞ് അബേ നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ, സകല നാവും ആമേൻ അവിടുന്ന് മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്ന ആ യേശുവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മെ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കും നമുക്ക് ചേർന്ന് പാടാം. സൃഷ്ടാവാൻ ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനെ, വന്ദിതനാം നായകനെ, സൗഖ്യത്തിൻ നായകനെ, കർത്താവേ വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ സന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരനാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ
വാഴ്ത്തിയിടും നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ സുതനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നാം എല്ലാവരും ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏറെയാമെന്നെ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏറെയാമെന്നെ. ആപത്തുവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രമോ അങ്ങയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രമോ അങ്ങയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്ന. ചോദ്യം ചെയ്യാതെ വാഗ്ദാനം ചെയ്യുവാൻ കൃപയിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാഗ്ദാനം ചെയ്യുവാൻ കൃപയിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. നിന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ. നിന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പകയിൽ പകരിടാതെ എത്തുവോളോ. ജീവിത പകരിടാതെ ഭവനത്തിൽ എത്തുവോളോ. ആപത്തുവേള
അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ കഷ്ടതയുടെ കൈപ്പൂരിയിൽ മാത്രമോ അങ്ങയെ കരങ്ങളിൽ കൂടി പന്തന്ന. ഓ കഷ്ടതയുടെ കൈപ്പൂരിയിൽ മാത്രമോ അങ്ങയെ കരങ്ങളിൽ കൂടി പന്തന്ന. ഓ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ പകരണമേ. ഓ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ കൃപയെന്ന് പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ. ഓ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ. ജീവിതപാതയിൽ പകരിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളം ഓ ജീവിതപാതയിൽ പകരിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളം ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. ഓ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ഓ അങ്ങയുടെ ആത്മാ അനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. 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 അകലാത്ത യേശുവേ
Hallelujah, hallelujah. Thank you, Jesus. Hallelujah. Hallelujah, hallelujah. Thank you, Jesus. കർത്താവേ, thank you, Jesus. Thank you, Lord. Hallelujah. തുടർന്നുള്ള സമയങ്ങളിലും നാഥ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയത്തോടെ, ഭക്തിയോടെ, സാന്നിധ്യബോധത്തോടായിരിക്കാൻ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ഭൂമിയിൽ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മയെല്ലാം പരിപാലിക്കുകയും നടത്തുകയും കരുതുകയും ചെയ്യുന്ന അവിടുത്തെ വിധങ്ങളെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുക. നാം വായിച്ച സങ്കീർത്തനം 34 സങ്കീർത്തനമാണ്. നമ്മെ പലപ്പോഴും വായിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത സങ്കീർത്തനമാണ് ഈ 34 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിലെ പല വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള വാക്യങ്ങളാണ്.
ആമേൻ, സ്തോത്രം. എന്നാൽ അതിൻ്റെ 19-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സ്തോത്രം. പ്രശ്നമില്ലാത്ത അനായാസമായ ഒരു ജീവിതത്തെക്കുറിച്ചല്ല തിരുവെഴുത്തുകളിൽ, ആമേൻ, സ്തോത്രം, ഈവൻ ക്യാരക്ടർ സ്റ്റഡി നാം നടത്തിയാലും അതല്ല, ആമേൻ, ദൈവവചനത്തിലുടനീളം നാം പരിശോധിച്ചാലും പ്രശ്നങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ സ്തോത്രം, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾക്കും പ്രതികൂലങ്ങൾക്കും അപ്പുറത്ത് ഒരു ദൈവഭക്തനെ, ഒരു ദൈവ പൈതലിനെ നിർത്തുന്നത് സ്തോത്രം സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം അവൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നത്: ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അവൻ അനേക ഉപദ്രവങ്ങളിലൂടെ, അവൻ ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നാം ശരീരത്തിലിരിക്കുമ്പോൾ അവൻ കഷ്ടതകൾ പ്രതീക്ഷിക്കണം, അനർത്ഥങ്ങൾ പ്രതീക്ഷിക്കണം. എന്നാൽ ഒരു ഉറപ്പ് ഓരോ ദൈവ പൈതലിനും ഉണ്ടാകണം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് വരെ എന്നെ നിർത്തിയ കർത്താവ് ഇനിമേലാലും നിർത്തുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. എല്ലാറ്റിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് പാടുന്നത്: കഷ്ടതിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ, അകത്തും പുറത്തു നിന്നും എന്ത് ചെയ്തപ്പോൾ പീഡനം വന്നപ്പോൾ എന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. അവയെ കഷ്ടതയുടെ നടുവിൽ നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ്. അവൻ ഈ 34-ാം സങ്കീർത്തനത്തിൽ നമ്മെ കർത്താവ് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന, നീതിമാന്മാരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന, ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന: മനസ്സ് തകർന്നവരെ അവർ രക്ഷിക്കുന്ന ദൈവമാണ്. 19-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്ന: സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും ഒരു കഷ്ടമല്ല, തങ്ങൾ അനുഭവിക്കുന്ന സകലത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അവൻ ഓരോ ദിവസവും നാം പിന്നിടുമ്പോഴും ഒരു കാര്യം ദൈവമക്കളെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം: കർത്താവ് എന്നെ വിടുവിക്കുന്നത് കൊണ്ടാണ്, സ്തോത്ര, കർത്താവ് എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് ഓരോ പ്രഭാതവും കാണുവാൻ നമുക്കിടയായിത്തീരുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. അവൻ എൻ്റെ 15-ാമത്തെ വാക്യത്തെ 3-ാമത്തെ പ്രത്യേകത നാം കാണുന്നത്: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും. അവൻ, സ്തോത്രം, തൻ്റെ ഭക്തന്മാരെ കാണുന്ന ഒരു ദൈവം. അമേൻ. അവരുടെ ചെവി നിലവിളിക്ക് വേണ്ടി തുറക്കുന്ന അമേൻ ഒരു ദൈവം. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ഒരു കർത്താവ്. ആരൊക്കെ മനസ്സ് തകർന്നിട്ടുണ്ടോ, ആരുടെയൊക്കെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ, അവരുടെയൊക്കെ സമീപത്തായിട്ട് അവരെ നടത്തുന്ന ഒരു കർത്താവ്. അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. 20, അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, അവരെ പരിപാലിക്കുന്ന ഒരു കർത്താവ്. അങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മെ നമുക്ക് ലഭിച്ച ഭാഗ്യ പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മെ ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയട്ടെ. എത്ര പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, സ്തോത്രം, ഇപ്പോഴത്തെ നമ്മെ സാഹചര്യം അനുസരിച്ച് നമുക്കറിയാവുന്നത് പോലെ നമ്മെ സ്തോത്രം, ഓരോ ദിവസവും ഓരോ വാർത്ത കേൾക്കുമ്പോഴും എന്തെല്ലാം അനർത്ഥങ്ങൾ മുമ്പിൽ വന്നാലും അവയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവിക സാന്നിധ്യം എന്നോട് കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നമ്മെ ദൈനംദിനം അതിശയകരമായി നടത്തുമാറാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള സമയം സാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ അവർ പഠിച്ചിട്ടുള്ള വാക്യം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ children can stand together and they will recite the Bible verse. Abel Manoj will come forward and will lead the session.
Praise the Lord. Psalms 16 verses 7 and 8. I praise the Lord because He guides me. In the night, my conscience warms me. I am always aware of the Lord's presence. He is near and nothing can shake me. Amen. Amen. Shout hallelujah. Little more louder. Shout hallelujah. Praise God. ആമേൻ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പോൾ ഈ നല്ല സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണം. കർത്താവെ, ദൈവത്താൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവ് എക്സാമൊക്കെ അടുത്ത് വരുന്നു. ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആനുവൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, ദൈവകരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് ദൈവമേ പഠിത്തത്തിൽ കർത്താവ് ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിച്ചാട്ടെ. കർത്താവ് നല്ല വിജയം കൊടുക്കണമേ. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, സ്വർഗത്തിൽ ദൈവം അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അടിയനും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവയുടെയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസത്തോളം അടിയൻ ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ പങ്കുചേരുന്നതിനും ദൈവമക്കളുടെയും കർത്തദാസൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷ സ്നേഹമൊക്കെ അനുഭവിക്കുന്നതിനൊക്കെ ദൈവയുടെ ആക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം വളരെയധികം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇവിടെ കടന്നു വന്നത്. എൻ്റെ മോൾക്ക് സുഖമില്ലാതിരുന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഇവിടെ കടന്നു വന്നതാണ്. എന്നാൽ അവരേക്ക് സന്തോഷത്തോടെ സൗഖ്യത്തോടെ കാണുവാനിടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് പനിയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. മുന്നോട്ട് എങ്ങനെ പോകുന്നൊക്കെ വളരെയധികം ഭാരപ്പെട്ടെന്നാൽ ദൈവം എനിക്ക് എന്നെ സൗഖ്യമാക്കി ഇത്രത്തോളം നടത്തി തോർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവസന്നിധിയിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോടടുത്ത് വരുമ്പോൾ ദൈവം അതിനുവേണ്ടി ദൈവം വിടിവിച്ച് സഹായിക്കുന്ന ദൈവമാണെന്ന് പകൽക്കാലവും സങ്കീർത്തനം കൂടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്ന നോക്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവം അടിയനെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകാരവും മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് സൺഡേ മുതൽ എക്സാം ആരംഭിക്കുകയാണ്. ദൈവം സഹായിക്കേണ്ടതെന്ന് ദൈവമക്കളെല്ലാവരും ദൈവദാസനും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ബാബുമോനും സുഖമില്ലാതെ കഴിഞ്ഞ ദിവസം പനിയൊക്കെ പ്രയാസമായി, വളരെയധികം ഭാരമായിരുന്നു. എന്നാൽ ദൈവം വിടിവിച്ച വിടുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ദൈവവിധമാണെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അടിയൻ്റെ യാത്രയിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കേണ്ടതിന് ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവസന്നിധിനെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ. ദൈവത്തിന് മഹത്വം. ഉദ്രാശോണ്ട സഭാമതി ദൈവത്തിന് മഹത്വമുള്ള സാക്ഷിയായി നിൽപ്പാൻ സഹായിച്ചു കൃപയ്ക്കായി എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ദിവസം ദൈവം ചെയ്ത ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തൊരു വലിയ അത്ഭുത പ്രവൃത്തിയുടെ വിടുതലിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ എണീറ്റത്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഒരു തീ കത്തുവാനിടയായി. പക്ഷേ അനർത്ഥം വ്യസന കാരണമായി തീരാതെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. സങ്കീർത്തനകാരൻ പറയുന്നു, നീതിമാനാർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവനെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നതിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ, ദൈവത്തിൻ്റെ വിടുവിക്കുന്ന കാര്യം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി. ഈ സഭയുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആപത്തിൽ നിന്ന് വിടുവിച്ചത്.
പ്രത്യേകം ഒരു രാത്രി 8:30 ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫ്ലാറ്റിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. ഒരു ഷോർട്ട് സർക്യൂട്ട് ആയതിന് കാരണം അവിടുന്ന് തീ ആളിക്കത്തി ഭയങ്കര സൗണ്ടോടുകൂടി വന്നപ്പോഴാണ്, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, ആശയും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് പുകയും തീയും ആളി കത്തുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു. എങ്ങനെയോ അവർ ഓടി താഴെ ഇറങ്ങാൻ സഹായിച്ചു. ദൈവത്തിൻ്റെ ഒരു കരുതൽ ആ സമയത്ത് ഒരു ഇല്ലായിരുന്നെങ്കിൽ അത് വലിയ അനർത്ഥമായി തീർന്നേനെ. ഒരു ഫാമിലിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പോലും പറ്റിയില്ല. അവർ ടെറസിലായിപ്പോയി, പെട്ടുപോയി. അവർ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് അവർ താഴോട്ട് ഇറങ്ങിയത്. അതുപോലെ പക്ഷേ ആ ഫ്ലാറ്റിൽ ഒരാൾക്കും ഒരു പോറൽ പോലും ഏൽക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു നീ വെള്ളത്തിൽ കൂടി, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നുള്ള പറഞ്ഞ് ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലും കൃപയും കൊണ്ടാണ് ദൈവം ഞങ്ങളെ വിടുവിച്ചത്. പ്രത്യേകം ഈ വലിയ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ആ തീ ആളിക്കത്തി അത് ഒരുപക്ഷെ പഠനമായിരുന്നെങ്കിൽ അത് വലിയൊരു അനർത്ഥമായി തീർന്നേനെ. അതിനു മുമ്പേ ഫയർഫോഴ്സ് വന്ന് അതെല്ലാം കെടുത്തുവാനൊക്കെ സഹായിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതോടെ തന്നെ ആ സമയമായതുകൊണ്ട് എല്ലാവരും അലേർട്ട്. ഒരുപക്ഷെ ഒരു രാത്രി ഒരു 12 മണി ആ സമയത്തെല്ലാം എനിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഒരുപക്ഷെ ഇതൊന്നും അറിയത്തില്ല, പെട്ടെന്ന് ഇതിനേക്കാൾ വലിയൊരു അനർത്ഥമായി തീർന്നേനെ. പക്ഷേ ദൈവം അതിലെല്ലാം ഞങ്ങളെ വിടുവിച്ചു. പ്രത്യേക ഈ കാര്യം അറിഞ്ഞ സന്ദർഭം മുതൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുകയും അനേകരെ ഞങ്ങൾ പ്രത്യേക ഹൃദയാസനം വിളിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബലമായിരുന്നു. അനേകരെ സഹോദര സമാജം, കൗൺസിലർ പലരും ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരോടുള്ള പ്രത്യേക നന്ദിയെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് അടിയനെയും അടിയൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നോളൂ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഗ്ലോറി സിസ്റ്ററുടെ മാതാവ് കഴിഞ്ഞ 2 മാസത്തോളം ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. വൃദ്ധാസ് ഇവിടെ ആയിരുന്ന സമയങ്ങളിലൊക്കെ കർത്താവ് ബലപ്പെടുത്തി. നമുക്കറിയാം, സിസ്റ്റർ ശാരീരികമായി സൗഖ്യമില്ലാതെ കഴിഞ്ഞ നാളുകളിലായിരുന്നപ്പോഴാണ് മാതാവ് പെട്ടെന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അമ്മയെ കർത്താവ് ഇത്രത്തോളം സഹായിച്ച് ബലപ്പെടുത്തി. അമ്മയെ ഇതിൻ്റെ മധ്യത്തിൽ ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കർത്താവ് വിടുവിച്ച കർത്താവിൻ്റെ കൃപകൾക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ ബാബു ബ്രദറിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തണം. ആവശ്യമായ ദൈവകൃപ പകരേണ്ടതിന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവരെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്. പ്രിയ ആരുമോന് എക്സാമൊക്കെ ഉണ്ടല്ലോ, എക്സാമൊക്കെ എഴുതുവാൻ കുഞ്ഞിനെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ആൻറ്റി തിങ്കളാഴ്ച തിരികെ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും അനുഭവിപ്പാൻ യാത്രയിലുടനീളം ദൈവകൃപ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജസം ബ്രദർ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടല്ലോ. നാം അറിഞ്ഞിരിക്കുന്ന പോലെ ആമേ പ്രിയ ജസം ബ്രദർ താമസിക്കുന്ന ബിൽഡിങ്ങിനെ കഴിഞ്ഞ ദിവസം തീ പിടിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആമേൻ അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ശേഷം പ്രിയ സിസ്റ്ററേയും കുഞ്ഞിനെയും ഒക്കെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. പ്രിയ മക്കളെ കർത്താവ് ആമേ വിടുവിച്ച അവിടുത്തെ കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. വീണ്ടും പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വീണ്ടും ശക്തീകരിക്കുകയും ബലം പകരുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ചില പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ അറിയിക്കട്ടെ. നമ്മുടെ പ്രിയ ജെയിംസ് കെ ബ്രാം ബ്രദർ പ്രിയപ്പെട്ടവരെ കുടുംബമായി കഴിഞ്ഞ നാളുകളിൽ ആമേൻ സ്തോത്രം വേർപാടിൻ്റെ ദുഃഖത്തിലായിരുന്നു നമുക്കറിയാം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാനായിട്ടിടയായി തീർന്നു. നാം കടന്നു പോവുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ പ്രിയപ്പെട്ടവർ ഈ സമയത്ത് അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫ്യൂണറലൊക്കെ വളരെ അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. പ്രിയ ജെയിംസ് കെ ബ്രാം ബ്രദറും പൈതലും നാട്ടിൽ കടന്നു പോവുകയും ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഒരുമിച്ചായിരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. വീണ്ടും ആ ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വേണ്ടതായ ധൈര്യം നൽകേണ്ടതിന്, ബലം നൽകേണ്ടതിന്, പ്രത്യാശയാൽ വീണ്ടും കർത്താവ് മക്കളെ നിറയ്ക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ജെയിംസ് കെ ബ്രാം ബ്രദർ കുടുംബം, പ്രിയ മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, പ്രിയ ജിജി ബ്രദറിൻ്റെ വൈഫ്, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. ഈ ദിവസങ്ങളിൽ പനിയാലൊക്കെ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഒരു നിമിഷം ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യവും ബലവും നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ആമേൻ സ്തോത്രം വേണ്ടതായ
നമ്മെ കൃപ നൽകി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതുപോലെ എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണം. ആനുവൽ എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അവരെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെ, യാത്രാ ക്രമീകരണങ്ങളെ ആമേൻ പുത്തൻ അഭിഷേകത്തോടെ വന്ന് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ മീറ്റിങ്ങിന് സഭായോഗത്തിന് ശേഷം ഞങ്ങൾ സൂറിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കേണ്ടതിന് അവിടെ ചെന്നിട്ടുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കാൻ. തുറന്നു നടക്കുന്ന ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല ദിനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവേ ഒരു സഭായോഗമായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാനായി നല്ല ഗാനങ്ങളെ പാടുവാൻ, നല്ല സങ്കീർത്തനങ്ങളെ കേൾക്കുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് സാക്ഷ്യവാചകങ്ങളോടെ കർത്താവെ ദൈവത്തിൻ്റെ പ്രാർത്ഥന ചോദിച്ചവരോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് എഴുന്നേറ്റ് നിന്ന് കർത്താവ് ദൈവവചനം വായിക്കുവാനും കർത്താവ് അത് ഏറ്റുപറയുവാനും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ശക്തിയും കർത്താവെ ദൈവകൃപയും കൊടുത്ത് വളരുവാൻ പ്രിയ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന ദിവസം കർത്താവെ നാട്ടിലെ ഈ യാത്രയാകുന്ന പ്രിയ സഹോദരി ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായി ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ ഓർക്കുവാൻ കർത്താവ് ദേവദാസി പറയുവാടിയായി ഒരു സൗഖ്യവും ബലവും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാണ്ടിയായി എന്ന് കേൾക്കുവാണ്ടിയായി കർത്താവ് തുടർന്നും കർത്താവിൻ്റെ ദാസിയെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ജസൻ ബ്രദറിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ നേരിടാവുന്ന ഒരു വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവെ ദൈവം വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം കർത്താവെ ഞങ്ങൾ സംഗീതവും കോട്ടയും ആകുന്നതിനായി സ്തോത്രം. കർത്താവെ, എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. കർത്താവെ, പ്രിയദാസനെയും കർത്താവ് കുടുംബത്തെയും തുടർന്നും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ ദിവസം കർത്താവ് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവെ ജെയിംസ് ബ്രദറിനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജിജു ബ്രദറിൻ്റെ കർത്താവെ ഹല്ലേലൂയ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ കർത്താവെ ദൈവം കർത്താവർക്ക് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭയിൽ കർത്താവെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളും മറ്റുമായി അനേക ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, പൂർണ്ണ സൗഖ്യവും ബലവും കർത്താവ് അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവെ വരും ദിവസങ്ങളിലെല്ലാം കർത്താവെ ആരാധനയ്ക്കൊന്നും കടന്നു വരാൻ സാധിക്കാത്തവരെ കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കർത്താവ് 10ാം ക്ലാസ്സിലും കർത്താവ് അതുപോലെ തന്നെ 12ത്തിലൊക്കെ കർത്താവ് ബോർഡ് എക്സാമിനായി കർത്താവ് ഒരുങ്ങിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജ്ഞാനവും ബലവും കൊടുത്ത് കർത്താവെ അവർ വളരെ ആകണമേ. കർത്താവെ, എക്സാം എല്ലാം വളരെ ഈസിയായി എഴുതുവാൻ കർത്താവെ യാതൊരു ടെൻഷനും കൂടാതെ കർത്താവെ അതിനെ ഫേസ് ചെയ്യുവാൻ കർത്താവെ അവർക്ക് ബലവും ശക്തിയും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ ഞങ്ങളെ സഭയിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന് അതിനായി ഒരുങ്ങുമാറും കർത്താവ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ കർത്താവ് സ്വർഗം സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ആരാധനയ്ക്ക് ശേഷം കർത്താവെ അങ്ങയുടെ ദാസൻ കർത്താവെ സൂറിലേക്ക് കടന്നു പോകുന്ന കർത്താവ് വഴിയാത്രയിലെല്ലാം കർത്താവിന് സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കടന്നുപോയി അനുഗ്രഹമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയദാസനെ അങ്ങ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം ഏറിയ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കുവാടിയാകണമേ. കർത്താവിൻ്റെ വചനത്തിന് കർത്താവെ അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ. ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേശ കർത്താവെ ഞങ്ങളുടെ മുന്നിലുണ്ട്. കർത്താവെ, പ്രാഗൽഭ്യത്തോടെ കർത്താവെ ഞങ്ങൾക്കതിലേക്ക് കരം നീട്ടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുറന്നും കർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കർത്താവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടിരിക്കാലോ. സ്തോത്രം ചെയ്യുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 2 and 3. മതി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സ്തോത്രം. ഭാഗ്യവാന്മാരുടെ നീണ്ട പട്ടിക
തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 വാക്യങ്ങളിൽ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭത്തിൽ കർത്താവ് ചില ഭാഗ്യ പദവികളെക്കുറിച്ച് പറയുന്നതായി നാം ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നാം വായിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യ പദവികളൊന്നും ലോകപരമായ ഭാഗ്യങ്ങളല്ല. പലപ്പോഴും മാനുഷിക തലത്തിൽ ഭാഗ്യ പദവി എന്ന് പറയുന്നത് ലോകത്തിൽ എന്തെങ്കിലും പദവികൾ ഉണ്ടാകുമ്പോഴോ അതുപോലെയുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ സമ്പാദിക്കുമ്പോഴോ ഒക്കെ പലപ്പോഴും മനുഷ്യർ പറയാറുണ്ട്, നാം എല്ലാവരും തന്നെ പറയാറുണ്ട്, അത് എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമാണ്. എന്നാൽ തിരുവെഴുത്തിൽ കർത്താവ് ഭാഗ്യ പദവി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ ഭൗതികമായി ലഭിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ കുറിച്ചല്ല, അതിൻ്റെ അപ്പുറമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവൻ സ്തോത്രം ആയിരിക്കുന്ന സാഹചര്യത്തെയാണ് ഭാഗ്യ പദവി എന്ന് സ്തോത്ര കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പരശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിലും ഭാഗ്യ പദവിയെക്കുറിച്ച് ഒരു വലിയ വേർതിരിവുണ്ടായിരുന്നു. ഇന്നും ഈ ലോകത്തിൽ നന്മകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നവരെ ഭാഗ്യവാന്മാരെന്ന് പൊതുവെ ലോകം വിശേഷിപ്പിക്കാറുണ്ട്. സമ്പത്തുള്ളവർ, സ്വാധീനമുള്ളവർ, പദവിയുള്ളവർ, അങ്ങനെയൊക്കെ ഭാഗ്യവാന്മാരെന്ന് ലോകം എണ്ണുമ്പോൾ കർത്താവ് ഇവിടെ ചില കാര്യങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അതിലൊന്ന്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഭാഗ്യാവസ്ഥ ദൈവവചന പ്രകാരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, ദൈവിക മാനദണ്ഡത്തിലാണ് അത് അളക്കുന്നത്. സ്വർഗത്തിലെ ദൈവമാണ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന ഒരു പദപ്രയോഗമാണ് ഇംഗ്ലീഷിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് ബീറ്റസ് എന്നാണ്. ബ്ലെസ്സഡ് ഓർ ഹാപ്പി, സന്തോഷമായിരിക്കുക. അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഇങ്ങനെയാണ്, മക്കാരിയോസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കേവലം ഈ ഭൂമിയിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന സന്തോഷത്തിനപ്പുറമായിട്ട് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ സാഹചര്യം എന്തു തന്നെയായാലും, എന്തെല്ലാം പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും, ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ അനുഭവിക്കുന്ന സന്തോഷമാണ്. ഈ സന്തോഷമുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. കാലം മാറും, കഷ്ടത മാറും, പ്രയാസം മാറും, വേദന മാറും. സ്തോത്രം. ഇതിനപ്പുറത്ത് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാസന്തോഷം അനുഭവിപ്പാൻ കഴിയും. ഈ പ്രതീക്ഷയും പ്രത്യാശയുമുള്ള ദൈവമക്കൾക്ക് മാത്രമേ ആ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് സ്തോത്രം സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവർ പറയോ, സ്തോത്രം, അതെ, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ട്. സ്തോത്രം. ഈ പ്രയാസങ്ങൾ മാറുന്ന ഒരു ദിനമുണ്ട്, അന്ന് ഞാൻ ദൈവത്തിൽ സന്തോഷിപ്പാനിടയായി തീരും. ആമേ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മറ്റൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടിട്ട് ആമേൻ സ്തോത്രം ദൈവത്തെ അല്ലെങ്കിൽ സന്തോഷിക്കാമെന്ന് നാം ചിന്തിക്കരുത്. ഈ ഭൂമിയിൽ സകലതും നന്നായിട്ട്
സ്തോത്രം, നമുക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതരുത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനോ സ്തോത്രം എത്ര ഉന്നതനായാലോ അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, അവരനുഭവിക്കുന്ന വേദനകളുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ജീവിത സാഹചര്യങ്ങളല്ല അവരുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം. പകരം അവരും ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കട്ടെ സ്തോത്രം അവരുടെ സന്തോഷത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ആമേൻ. ഓരോ ദിവസവും ഓരോ ദൈവ പൈതലിനെയും ദൈവം കരുതുമെന്നും നടത്തുമെന്നും ഉള്ള ഒരു ഉറപ്പുണ്ടാകണം. പാട്ടുകാരനോട് ചേർന്ന് നാം പാടാറുണ്ട്. ഞാൻ പലപ്പോഴും ഇവിടെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര പേര് ഇതിൻ്റെ അർത്ഥമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോഴൊക്കെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളവർ ആ അർത്ഥം ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പലപ്പോഴും ചിന്തിക്കട്ടെ, എത്ര പേര് യഥാർത്ഥമായി ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പാട്ടുകൾ പാടാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ പാടിയ ഒരു പാട്ടിനകത്തുണ്ട് സ്തോത്രം, കഷ്ടതയുടെ കയ്പ് നീരും പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ അത് സ്തോത്രത്തോടെ എന്ത് ചെയ്യോ? ഒരു സ്തോത്രം പറഞ്ഞേ. അത് പാടിയ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. പക്ഷെ കഷ്ടതയൊന്ന് വരട്ടെ. സ്തോത്രം. എന്തായിരിക്കും? നമ്മൾ പാടും. സ്തോത്രം. ഭക്തന്മാർ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കഷ്ടതയും കയ്പുമൊക്കെ നേരിട്ടപ്പോൾ പാടി. അവരോട് ചേർന്ന് കേവലം പാടുക മാത്രമല്ല സ്തോത്രം, അവരനുഭവിച്ചതുപോലെയുള്ള ജീവിതത്തിന്റെ സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാം, അതിനപ്പുറത്തൊരു ഭാഗ്യ പദവി വേറെ ഇല്ല. സ്തോത്രം. നമ്മൾ പാടും, കണ്ണുനീർ എന്ന് മാറുമോ, വേദനകൾ എന്ന് തീരുമോ, സ്തോത്ര കഷ്ടപ്പാടിൻ രക്ഷിപ്പാനായി നീ വരണേ. സ്തോത്രം. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു കാര്യം യാഥാർത്ഥ്യം, പ്രിയ ദൈവത്തിൻ്റെ പൈതൽ, ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ കണ്ണുനീരില്ലാത്തവരില്ല, സ്തോത്ര പ്രയാസങ്ങളില്ലാത്തവരില്ല, വേദനകളില്ലാത്തവരില്ല, പ്രാർത്ഥന വിഷയങ്ങളില്ലാത്തവരില്ല. സ്തോത്രം. എന്നാൽ ഏത് ദൈവ പൈതലിന് ധൈര്യത്തോടെ പറയുവാൻ കഴിയോ, എൻ്റെ കണ്ണുനീര് മാറുന്നൊരു കാലമുണ്ട്, എൻ്റെ വേദനകൾ തീരുന്ന ഒരു കാലമുണ്ട്, എൻ്റെ അരുമനാഥന്റെ സ്തോത്രം അരുമനാഥനോടുള്ള ബന്ധത്തിൽ ഞാൻ സന്തോഷിക്കുന്ന കാലം ഇനി ഏറെ അകലമല്ല. ഈ ഭൂമിയിലെ കഷ്ടതകൾ മാറി, ഈ ഭൂമിയിലെ വേദനകൾ മാറി, എന്റെ നാഥനോട് ഒരുമിച്ചുള്ള വാസമ എനിക്ക് ഏറെ ഇഷ്ടം. Praise God. Hallelujah. Praise God. ഈ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തെ ആകെ മൊത്തത്തിലുള്ള ജീവിതത്തെ ഈ മൃഗങ്ങളോട് താരതമ്യപ്പെടുത്തി ഒരു പുസ്തകം ഞാനിങ്ങനെ വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിപ്പോൾ നോട്ട് ചെയ്ത് എത്രമാത്രം കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിലൊന്ന് ഇങ്ങനെ പറയുന്ന, ആദ്യത്തെ 30 വർഷങ്ങൾ നാം ജീവിച്ചിരിക്കുന്ന ആദ്യത്തെ 30 വർഷങ്ങൾ ഒരു കുതിരയെ പോലെയാണ്. ചാടി 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 എന്ത് ചെയ്യും? അങ്ങ് നടക്കും. എല്ലാത്തിനും അങ്ങ് ചാട്ടം, കുതിര പോലെ അങ്ങ് ചാടും. കാരണം ആരോഗ്യമുണ്ട്, ബലമുണ്ട്. ആ സമയത്ത് കുതിരയെ പോലെ കിടന്ന് ചാടും. അത് കഴിഞ്ഞുള്ള പിന്നീടുള്ള ഏകദേശം ഒരു 30 വർഷം എന്ന് പറയുന്നത് കഴുതയെ പോലെയാണെന്നാണ് പറയുന്നത്. ഉള്ള ചുമട് മുഴുവൻ എന്ത് ചെയ്യും? ചുമക്കും. അത് കഴിഞ്ഞിട്ടുള്ള പ്രാരാബ്ദങ്ങൾ മുഴുവൻ കയറി വരും, ചിന്താഭാരങ്ങൾ കയറും. പലവിധ പ്രയാസങ്ങൾ ചുമട് അങ്ങ് ചുമക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു 60 വയസ്സ് വാർദ്ധക്യം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ പട്ടിയെ പോലാണെന്നാണ് പറയുന്നത്. സ്തോത്രം. പിന്നെ ഉള്ള കാലം എന്ന് പറയുന്നത് കാവൽക്കാരനാണ്, വീടിൻ്റെ എല്ലാം കാവൽക്കാരനാണ്. കൊച്ചുമക്കളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരിടത്ത് ചെന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, മക്കളെ നോക്കാത്തവർ പോലും കൊച്ചുമക്കളെ എന്ത് ചെയ്യുമോ നോക്കും. മക്കളെ നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴുള്ളവരൊക്കെ പിന്നെ ഈ മക്കളെയൊക്കെ നോക്കുന്നത്. പഴയ കാലത്ത് ഈ അച്ചായന്മാർ കുഞ്ഞുങ്ങളെ ഒന്നും എന്നെ ഒന്നും ശരിക്കും പറഞ്ഞാൽ വേണ്ട വിധത്തിലൊന്നും പപ്പായെ നോക്കിയിട്ട് അവർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു മമ്മിയെ നോക്കി. പക്ഷേ ഇന്ന് കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അങ്ങോട്ട് ചെന്നാൽ അവരെടുത്തുകൊണ്ട് എന്ത് ചെയ്തോണ്ട് നടക്കും. സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടമാണെന്നാ സ്തോത്രം പറയുന്നേ. ഒരു കാര്യം യാഥാർത്ഥ്യമായി, എന്തെല്ലാം ആയാലോ സ്തോത്രം മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. എന്നാൽ മാറാത്ത ഒരു കർത്താവ്, മാറ്റമില്ലാത്ത ഒരു കർത്താവ്, അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാകയാൽ
കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, ഏത് ജീവിത സാഹചര്യത്തിലും, ഏത് പ്രാരാബ്ദത്തിന്റെ മധ്യത്തിലും, ഏത് കഷ്ടതയുടെ മധ്യത്തിലും എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എനിക്ക് ശക്തി നൽകുന്ന ഒരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് നൽകുന്ന ആശ്വാസവും അവിടുന്ന് നൽകുന്ന ബലവുമായിരിക്കട്ടെ നമ്മെ ദിനം തോറും അതിശയകരമായി നടത്തുന്നത്. സ്തോത്രം. ഇവിടെ നാം വായിച്ച ഭാഗം, ആമേൻ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ ബിയാറ്റിറ്റ്യൂഡ്സിനെ തന്നെ നമുക്ക് 4ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. അതിൻ്റെ 1, 2 നമ്മൾ ആദ്യത്തെ 2 എണ്ണം ആത്മാവിൽ ദരിദ്രരായവർ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകും, സമയം വളരെ പരിമിതമാണ് നമ്മുടെ മുമ്പിൽ. ആമേൻ. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ നമ്മോട് തന്നെയുള്ള ഒരു മനോഭാവത്തെ കാണിക്കുന്നത്. അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദൈവഭയത്തിന് പാപത്തോടുള്ള മനോഭാവത്തെയാണ് ആമേൻ സ്തോത്രം കാണിക്കുന്നത്. 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ സ്തോത്രം കർത്താവിനോടുള്ള മനോഭാവത്തെയാണ്. 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ലോകത്തോടുള്ള മനോഭാവത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. ദൈവമക്കൾ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്നവരാണ് എക്കാലത്തും ഭാഗ്യവാന്മാർ എന്ന് സ്തോത്രം പറയുന്നത്. ഈ ഭാഗം, അതിൻ്റെ 1-ാമത്തെ ഭാഗം മാത്രമാണ് നാം ചിന്തിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഒന്നും കൂടെ വ്യക്തമാക്കിയ, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാർ. ഈ ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? സ്തോത്രം. ഈ ആത്മാവിൽ ദരിദ്രരായവർ ഏത് കാലത്തും കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ആമേൻ സ്തോത്രം. ആരംഭത്തിലുണ്ടായിരുന്ന അതേ വിശ്വാസവും അതേ തീഷ്ണതയും അവസാനം വരെയും കൊണ്ടുപോകുന്നവരാണ് ഈ ആത്മാവിൽ ദരിദ്രരായവർ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് ഭക്തൻ പറയുമ്പോൾ, സ്തോത്രം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും അറിഞ്ഞിരിക്കണം, വിശ്വാസത്തിലേക്ക് നാം ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആദ്യ വിശ്വാസം എന്ന് പറയുന്ന ആ തീഷ്ണത അവസാനം വരെയും വർദ്ധിക്കുന്നതല്ലാതെ കുറഞ്ഞു വരുവാനായിട്ട് പാടില്ല. സ്തോത്രം. അങ്ങനെയുള്ളവർ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരാ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. ആമേൻ. നമുക്കൊരു ശക്തിയുണ്ട്. ഏതും മനുഷ്യനും ഒരു ബലമുണ്ട്. എന്നാൽ സ്തോത്രം, ആ മനുഷ്യന്റെ ബലം കൊണ്ട്, ആ മനുഷ്യനുള്ള ശക്തി കൊണ്ട് പലപ്പോഴും ഈ ലോകത്തെ ജയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയില്ല. സ്തോത്രം. പൈശാചിക ശക്തിയെ ജയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയില്ല. അവരുടെ മേൽ, ഈ ശക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്, ഒരു അത്യന്ത ശക്തിയുണ്ട്. ആമേൻ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് പറയുവാനായിട്ട് കഴിയും, അതെ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണെങ്കിൽ ഞാൻ യഹോവയെ കാത്തിരിക്കുന്നു. യഹോവയെ കാത്തിരിക്കുമ്പോൾ അവിടുന്ന് എന്റെ മേൽ പകരുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി അത്യന്ത ശക്തിയാകിയാൽ ഈ ലോകത്തെ ജയിച്ചവനോട് ചേർന്ന് ലോകത്തെ ജയിച്ച് മുന്നേറുവാൻ അവിടുന്ന് എന്നെ സഹായിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വ്യാപരിക്കണം. ലോകത്തെ ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കളുടെ മേൽ ഈ ആമേൻ അത്യന്ത ശക്തി വ്യാപരിച്ച് മതിയാകുകയുള്ളൂ. സ്തോത്രം. നമ്മുടെ തലമുറകളുടെ മേൽ ഈ അത്യന്ത ശക്തി വ്യാപരിച്ച് മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്തോത്രം. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. അവർക്ക് ഈ ഭൂമിയിലുള്ളതല്ല ചിന്ത, അതെ, ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ ആ ശക്തിയെ പുതുക്കുവാൻ പൗലോസിനോട് ചേർന്ന് പറയുവാനായിട്ട് കഴിയട്ടെ. അതെ, അവിടുത്തെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ശക്തി മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഈ ശക്തി ദൈവിക ശക്തിയാണ്. ആമേൻ. ആത്മാവിൽ ദരിദ്രരായവർക്ക് മാത്രമേ യഹോവയെ കാത്തിരിക്കാൻ കഴിയുള്ളൂ.
സ്തോത്രം. അവർക്ക് മാത്രമേ ദൈവസന്നിധി മുട്ടുമടക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ആമേൻ സ്തോത്രം. നാം നമ്മിൽ തന്നെ സംതൃപ്തരാകാതെ സ്തോത്രം ദൈവസന്നിധിയിൽ ഏത് സമയത്ത് കടന്നു വന്നാലോ അവിടുന്ന് നമ്മുടെ മേൽ പകരപ്പെടുന്ന ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തി അനുഭവിച്ചാൽ അതിന്റെ അപ്പുറമായി ആമേൻ മറ്റൊരു സന്തോഷം വേറെ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഈ ശക്തി വ്യാപരിക്കുന്നവരിലാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ദൈവിക ശക്തി ഒരുവനിലേക്ക് വ്യാപരിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന ഒരു വലിയ പ്രത്യേകതയാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലേ? ദൈവസന്നിധിയോട് അടുക്കാത്തവർക്ക് ദൈവം എന്നെ കാണുന്നു, അവൻ ദൈവത്തെ ഞാൻ കാത്തിരിക്കുന്നു, അവിടുന്ന് എൻ്റെ മേൽ പകരുന്നൊരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവില്ലാത്തവർക്ക് ഒരിക്കലും ഈ മാനസാന്തരം ഉണ്ടാകത്തില്ല. സ്തോത്രം. ഈ മാനസാന്തരം ഉണ്ടാകാതെ സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയില്ല. ഇതാ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൽ. ഈ ആത്മാവിൽ ദരിദ്രരായവർക്ക് മാത്രമേ ദൈവം സംസാരിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവിക ആലോചനകൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് മനത്തിന് മാറ്റമുണ്ടാകുന്നുള്ളൂ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. ഇങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിലേക്കോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കോ പോയാൽ ഈ പരിശുദ്ധാത്മ അവരിൽ വ്യാപരിക്കുന്ന ഈ ശക്തി അവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി കൊടുക്കുക. ഈ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ സ്തോത്രം, ഈ ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് പാപം ആണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. സ്തോത്രം. ഈ അധരങ്ങൾ തുറന്ന് സ്തോത്രം വ്യാജം പറയുവാനായിട്ട് തുടങ്ങുമ്പോൾ അത് വ്യാജമാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ നൽകും. സ്തോത്രം. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് കൊണ്ട്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് കൊണ്ട്, നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് കൊണ്ട് അവരേത് സമയത്തും ദൈവത്തോട് കൂടെ വസിക്കുന്നവരാകയാൽ, ദൈവവുമായി ചേർന്ന് സഞ്ചരിക്കുന്നവരാകയാൽ, ദൈവത്തെ കാത്തിരിക്കുന്നവരാകയാൽ അവരെ കുറിച്ച് പറയുക, അതെ, ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരാ, അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഏക മാർഗം ആത്മാവിൽ ദരിദ്രരാകുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഒരു കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ പദത്തിൽ പ്രത്യേകിച്ച് ഈ നമ്മൾ വായിച്ച 3-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരെന്ന് പറയുമ്പോൾ തീരെ നിവർത്തി എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്ത ശൂന്യമായ അവസ്ഥയല്ല. സ്തോത്രം. എന്തിൻ്റെയൊക്കെയോ അപര്യാപ്തതയാ. ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രം, കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള തീഷ്ണതയാണ് കാണിക്കുന്നത്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ തീഷ്ണത എപ്രകാരമാണ്? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം, നാം പലപ്പോഴും വിടുതലുകളും ദൈവിക ആലോചനകളൊക്കെ ശ്രമിക്കുമ്പോൾ ഇതൊരു ദൈവിക ആലോചനയായിട്ട് ഒന്ന് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് കൊടുക്കാനായിട്ട് കഴിയുമോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ കോവിഡിന് മുമ്പുണ്ടായിരുന്ന ആ തീഷ്ണത നമുക്കിപ്പോൾ ഉണ്ടോ? സ്തോത്രം. ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുമോ? അന്ന് ഉപവാസവും പ്രാർത്ഥനയ്ക്കും ഏറെ സമയം ക്രമീകരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഒരു 10 മിനിറ്റെങ്കിലും കൂടുതൽ ദൈവസന്നിധിയിൽ ഇരുപ്പാൻ നാം ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? അന്ന് വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സ്തോത്രം, ഇന്ന് അതിനേക്കാൾ കൂടുതൽ സമയം ദൈവവചന വായനയ്ക്കും ധ്യാനത്തിനും ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? അന്നൊക്കെ അതരം തുറന്ന് കരങ്ങളെ അടിച്ച പാടി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചെങ്കിൽ സ്തോത്രം, ഇന്ന് അന്യഭാഷയിലുള്ള ആരാധനയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? സ്തോത്രം. ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ പലപ്പോഴും സ്തോത്രം ലോകത്തിന്റെ പല ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകുകയാണോ? അതോ കർത്താവ് യേശു ക്രിസ്തുവിലോ അവനിലുള്ള ആലോചനയിലും മാത്രം നമ്മെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ? സ്തോത്രം. നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ? പൽക്കാലം പറയട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അപര്യാപ്തത തോന്നുന്നെങ്കിൽ പറയട്ടെ, നാം അഭാഗ്യവാന്മാർ.
സ്തോത്രം. കർത്താവിനോട് കൂടുതൽ അടുക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം ആ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എനിക്കിത് പോരാ, ഞാൻ സംതൃപ്തനല്ല. അപ്പൊ ദൈവസന്നിധിയിൽ ഇരുന്നത് എനിക്ക് പോരാ, ഞാൻ പാടിയത് എനിക്ക് പോരാ, ഞാൻ സ്തോത്രം പറഞ്ഞത് എനിക്ക് പോരാ, ഞാൻ ആരാധിച്ചത് പോരാ, എനിക്കിനിയും കർത്താവിനോട് കൂടുതൽ അടുക്കണമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാം, നാം ആ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിലൊന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ, നമ്മുടെ ഇപ്പോഴല്ല കേട്ടോ, പണ്ടത്തെ കാലമാണ്, ഇപ്പം അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ പറയും, കർത്താവെ കോടാകോടി സ്തോത്രം. കേട്ടിട്ടുണ്ടോ ആ പദം? ഞങ്ങൾ അങ്ങേക്ക് കോടാകോടി സ്തോത്രം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കോടാകോടി ഒറ്റ വാക്കിതി പറഞ്ഞതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യേണ്ട, ഇനി ആ കോടി തീർന്നിട്ട് അടുത്ത സ്തോത്രം പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊന്ന് പറയാറുണ്ട്, കർത്താവെ ഞങ്ങൾ ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്ക് വചനത്തിലുള്ള വാക്യം, 1000 ദിവസത്തേക്കാ. അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ 1000 ദിവസം, 3 വർഷത്തേക്ക് പിന്നെ എന്ത് ചെയ്യേണ്ട, ഇനി 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ സ്തോത്രം. ഈ പരിപാടിയല്ല കേട്ടോ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ അവൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. വചനത്തിൽ പറയും, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാ, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അതേ, നമ്മെ നിറയ്ക്കുന്നവനുണ്ട്. അവൻ എവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ടോ അവിടെ നിറയ്ക്കുവാൻ കഴിയുന്നൊരു ശക്തനായവൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ കൃപമേൽ കൃപ നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. സ്തോത്രം. ഈ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ സഭയുടെ പ്രത്യേക എഫേസ്യ ലേഖനം 1:23 നാം വായിക്കുന്ന ഇങ്ങനെ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരമാകുന്ന സഭ, സത്യസഭ. സ്തോത്ര. ക്രിസ്തുയേശുവിന്റെ നിറവാണ്. അവൻ നിറയ്ക്കുന്നവനിൽ ആശ്രയിക്കുന്നതാണ്. സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ അവൻ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, അവൻ ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന ഒരു സാഹചര്യം എനിക്കുണ്ട്. നിറയ്ക്കുന്നവന്റെ സന്നദ്ധയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നിറയ്ക്കുവാൻ ശക്തനായവൻ നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പറയാം, അതേ മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ആമേ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ്, ആമേ സ്തോത്രം, എൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക്, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആമേ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ, ആമേ സ്തോത്ര, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവൻ എവിടെയൊക്കെയോ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ നികത്തി നിറയ്ക്കുന്നവൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നവർ, ആ കൃപമേൽ കൃപ പ്രാപിപ്പാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, അവരത്രേ ഭാഗ്യവാന്മാർ. പ്രിയ ദൈവ പൈതൽ, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഇന്ന് കേട്ട വചനപ്രകാരം ദൈവം ഞങ്ങളുടെ ആത്മാവിൽ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ്, കർത്താവെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങേ കൂടുതൽ അടുക്കുവാനും കാത്തിരിക്കുവാനും, കർത്താവെ സ്തോത്രം, അങ്ങിൽ നിന്നുള്ള സന്തോഷത്തിൻ്റെ സമ്പൂർണ്ണത അനുഭവിപ്പാനും, ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളുടെ കഷ്ടതകളുടെയും മധ്യത്തിൽ നമ്മെ അതിശയകരമായി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സ്തോത്ര, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന അരുളി ചെയ്ത് ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് സഞ്ചരിച്ച സ്തോത്ര, പൈശാചിക മണ്ഡലങ്ങളെ തകർച്ചെറിഞ്ഞ് ഇരുട്ടിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തി സ്തോത്ര, ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളുടെ മേൽ ബലം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി കാംക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നു. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഈ സമയത്ത് മുമ്പോട്ട് കടന്നു വരുമല്ലോ. നമുക്ക് ഒരുമിച്ച് ആമേൻ ഒരു നിമിഷം കർത്താവിൻ്റെ ക്രൂശിനെ നമുക്ക് ഒരുമിച്ച്